ഹേ സിനിമയിൽസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. എന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന മൂവിയിലെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ ലാലേട്ടനെ കുറച്ച് സെക്കൻഡൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മൂവി ഒരു ഗംഭീര തുടക്കം തന്നെ ആവട്ടെ. നമ്മുടെ ജൂഡ് ആൻ്റണി ജോസഫ് ചിത്രത്തിൻ്റെ മറ്റ് ഒരു വേളയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലാലേട്ടനൊപ്പമുള്ള സ്ക്രിപ്റ്റ് ലോക്ക്ഡ് ആണെന്നാണ്. ബാക്കി ഇനി കുറച്ചുകൂടെ സ്ക്രിപ്റ്റിൽ ചെറിയ സംഭവങ്ങളൊക്കെ ഇത്ര എക്സ്റ്റൻഡ് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഫുൾ സ്ക്രിപ്റ്റ് റെഡിയായി പരിപാടിയിലൊക്കെ കിടക്കട്ടെ. എസ് രാജമൗലിയുടെ വാരണാസിനെ പറ്റി ഒരു അപ്ഡേറ്റ് ഉണ്ട്. ചിത്രത്തിൻ്റെ ഏതാണ്ട് 80% ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മേജർ ഒരു ആക്ഷൻ ബ്ലോക്ക് ഉൾപ്പെടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ രാജമൗലി തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട്. അജിത്തിൻ്റെ AK-64 എന്ന ചിത്രത്തിന് ഒഫീഷ്യലായിട്ട് നെയിം വന്നിട്ടുണ്ട്. ഡെയർ ഡെവിൾ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ശാലിനി അജിത് കുമാർ തന്നെയാണ്. മ്യൂസിക്കിൽ നമ്മുടെ അനിരുദ്ധാണ്. അപ്പോൾ ചിത്രം ഒരു ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത പ്രൊഡക്ഷനിലെത്തുന്ന ചിത്രമാണല്ലോ നമ്മുടെ നിധി സഹദേവ് ചിത്രം. ചിത്രത്തിലേക്ക് നമ്മുടെ മമ്മൂക്ക ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. നമ്മുടെ അജിത്തിൻ്റെ ഗ്ലാഡിയേറ്റേഴ്സ്, അതായത് അദ്ദേഹം ഒരു റേസറാണല്ലോ, അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററി ഫിലിം ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ വിജയാണ്. ദളപതി വിജയല്ല, വേറൊരു വിജയാണ്. ശാലിനി അജിത് കുമാർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മ്യൂസിക് ചെയ്യുന്നത് നമ്മുടെ GV പ്രകാശ് തന്നെയാണ്. നമ്മുടെ ജയസൂര്യയുടെ ഓപ്പറേഷൻ ട്രാൽ എന്ന ചിത്രം ഏതാണ്ട് നമ്മുടെ ഏപ്രിൽ മാസം സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ചിത്രം അങ്ങനെ പാക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. കാട്ടാള എന്ന സിനിമയുടെ റിലീസ് തീയതി വന്നിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 13 നമ്മുടെ മനോരമാസിലൂടെ ഇന്ത്യയുടെ അകത്ത് ചിത്രം ലഭ്യമായിരിക്കും. അപ്പോൾ സിംപ്ലി സൗത്തിലൂടെ ഇന്ത്യക്ക് പുറത്തും ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് കാട്ടാള എന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത OTT അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൺ STകൂടെ സത്യത്തിൽ സംഭവിച്ചത് എന്ന ഈ മലയാള ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 7 OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. ദിലീഷ് പോത്തൻ ഉൾപ്പെടെ മറ്റ് സിനിമാ താരങ്ങളൊക്കെ ചിത്രത്തിൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ OTT വാർത്തകളും സിനിമാ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.